ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ലോങ് ഡിസ്റ്റൻസിലൊരു കല്യാണം കൂടാൻ പോവുകയാണ്. കല്യാണം ആരതാന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്. ഫ്രണ്ട് മീൻസ് ഒരു ഏജിലുള്ളവരോ ഒരുമിച്ച് പഠിച്ചവരോ ഒന്നല്ല, ഇവർ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ അതിൽ എന്താ പറയുക, ആ ഫാൻസ് അസോസിയേഷനിലുള്ള ഭയങ്കര എന്താ പറയുക ക്ലോസ് ആയിട്ടുള്ള ഒരാളെ മോളുടെ കല്യാണമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് പട്ടാമ്പി പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള പട്ടാമ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിനാണ് കേട്ടോ പട്ടാമ്പി വരെ പോകുന്നത്. ഓൾറെഡി ലേറ്റാണ്. എന്താ പറയുക, അവർക്ക് മുഹൂർത്തം കാര്യങ്ങളൊക്കെ നമ്മളെ കല്യാണം പോലല്ലോ, അവർ കല്യാണം വേഗം കഴിയുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു 10 മണി 9:30 ആ ഒരു ടൈമിലുള്ള ട്രെയിനാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തിരക്കിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കാലിക്കറ്റ് കുറച്ച് നേരം സ്റ്റേഷനിൽ എന്താ പറയുക നിർത്തിയിടുമല്ലോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നെഹിയാനും ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മക്കൾസിൽ നെഹിയാനെ മാത്രമേ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി രണ്ടാളെ കൂട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനെത്തിയപ്പോൾ നല്ല ഉഴുന്നുവടി ചട്നി നല്ല ചായ വാങ്ങിച്ച് അത് കഴിച്ചു. അല്ലെങ്കിൽ അങ്ങെത്തുമ്പോഴേക്ക് തലവേദനയായിട്ടൊരു സൈഡാകും. അതുകൊണ്ട് നമ്മൾ സ്റ്റേഷനിൽ നല്ല ഉഴുന്നുവടിയും ചട്നിയും ചായയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ യാത്ര തുടർന്നു. അങ്ങനെ പോകും വഴി കുറ്റിപ്പുറം ആ ഒരു സ്ഥലങ്ങളൊക്കെ കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ കാണാൻ. നല്ല എന്താ പറയുക, പിന്നെ പട്ടാമ്പി ആ ഒരു സ്റ്റേഷനിലെത്താനായപ്പോൾ ഈ ഭാരതപ്പുഴ അതിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടു. അങ്ങനെ പട്ടാമ്പി സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 12:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കും സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പെരിന്തൽമണ്ണ ബസ്സിലേക്ക് കയറിയിട്ട് നമുക്ക് വീണ്ടും പോകേണ്ടിയിരുന്നു. അത്രയും ലോങ് ഉണ്ട്, അവിടുന്ന് കുറച്ചുകൂടി ലോങ് ഉണ്ട്. ഒരു 15 രൂപേൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നു ബസ്സിൽ. അങ്ങനെ അവിടുന്ന് പെരിന്തൽമണ്ണ ബസ് കയറി പോയി. അതിനുശേഷം അവിടുന്ന് ഓട്ടോ കയറി പോയി. അങ്ങനെ ലാസ്റ്റ് നമുക്ക് അഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നത് വീട്ടിലെ അഡ്രസ്സായിരുന്നു. പക്ഷേ ഫങ്ഷൻ ഉണ്ടായിരുന്നത് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ടായിരുന്നു പോയത്. വീട്ടിൽ പോയപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളാകെ ശശിയായി. കണ്ടില്ലേ, ഒരു കല്യാണ വീടാണിത്. ഇവിടെ ആളും മനുഷ്യനും ഇല്ല. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേട്ടിട്ട് ജസ്റ്റ് ബെല്ലടിച്ച് നോക്കുമ്പോൾ അവിടെ പെണ്ണിൻ്റെ അച്ഛൻ്റെ അനിയൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചു. അവിടുന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് ദൂരമുള്ളൂ വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഓഡിറ്റോറിയത്തിലേക്ക്. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് പെണ്ണിൻ്റെ ചെക്കൻ്റെ താലികെട്ടും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരുന്നിട്ടാണ് അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ യാത്രയാക്കുന്ന ഈ ഒരു സീന് മാത്രമേ കേട്ടോ നമ്മൾ പെണ്ണിനെയും ചെക്കനെയും കണ്ടിട്ടുള്ളൂ. ബാക്കി പിന്നെ ഒരു ഫോട്ടോ സെക്ഷനോ കാര്യങ്ങളായതുകൊണ്ടൊന്നും അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ലേറ്റ് ആവാണ്ട് ട്രെയിനിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ കാണാൻ അസ്സലാമു അലൈക്കും.